നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഹൈ ഡ്രാമ ട്വിസ്റ്റും കണ്ടൊരു കളിയാണ് ഇന്നലെ LSG വേഴ്സസ് KKR മത്സരം. വിശദമായിട്ട് നമ്മൾ ഇന്നലെ അർദ്ധരാത്രി തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. സൂപ്പർ ഓവർ കണ്ട വല്ലാത്തൊരു മത്സരം, സൂപ്പർ ഓവറിലേക്ക് എത്തിയ സാഹചര്യം, ഷാമിയുടെ സിക്സർ, പിന്നെ സൂപ്പർ ഓവറിൽ ഒരു റണ്ണിന് 2 വിക്കറ്റ് എടുത്ത സുനിൽ നാരായൺ, ബൗണ്ടറി അടിച്ചുകൊണ്ട് സൂപ്പർ ഓവർ അങ്ങ് തീർത്ത റിങ്കു സിംഗ്, എല്ലാം ഇന്നലെ പറഞ്ഞതാണ്. ഇനി നമ്മൾ പറയാറില്ലേ, കളിക്കളത്തിൽ മെയ് മറന്ന് കളിക്കുക, എല്ലാം കൊടുത്ത് കളിക്കുക, അങ്ങനെയുള്ള പ്രയോഗം ഉണ്ടല്ലോ, ഗിവിങ് എവറിത്തിങ് ഇൻ ദി ഗ്രൗണ്ട് എന്ന് പറയാറുണ്ട്. അത് ചെയ്ത് കാണിച്ചു ഇന്നലെ ഒരാൾ, റിങ്കു സിംഗ്. റിങ്കു ഷോ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ, 1 man ഷോ. ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ, അതായത് സൂപ്പർ ഓവറല്ല, ശരിക്കുള്ള ഇന്നിങ്സിൽ 51 പന്തുകളിൽ നിന്ന് 83 റൺസ് അടിച്ച് അദ്ദേഹം നടത്തിയ പ്രകടനമാണ് KKRന്റെ മാന്യമായ സ്കോറിലേക്ക് കൊണ്ടുപോയത്. വാവ്, 51 പന്തുകൾ 83 നോട്ട് ഔട്ട്. പിന്നെ സൂപ്പർ ഓവർ അടക്കം 5 ക്യാച്ചുകളാണ് ആ കളിയിൽ അദ്ദേഹം ആകെ എടുത്തത്. 5 ക്യാച്ചുകൾ. ഗെയിം അവയർനെസ് വല്ലാത്തതായിരുന്നു ഇന്നലെ. റോമൻ പൗൽ എടുത്ത് ക്യാച്ച് ബൗണ്ടറിന് പുറത്തു പോയിട്ട് അദ്ദേഹം എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ കൃത്യമായിട്ട് ഓടി വന്ന് പിടിക്കുന്ന റിങ്കു സിംഗ്. എങ്ങും എവിടെയും റിങ്കു സിംഗ്. കമൻറ്റേറ്റേഴ്സ് അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അതായിരുന്നു ഇന്നലത്തെ റിങ്കുവിൻ്റെ കളി. പിന്നെ സൂപ്പർ ഓവറിൽ 4 അടിച്ചുകൊണ്ട് ടീമിനെ വിജയിപ്പിക്കുന്നു. വാട്ട് എ പെർഫോമൻസ്. ഇപ്പോൾ KKR ഈ സീസണിൽ 2 കളിയാണ് ജയിച്ചത്. 2ലും റിങ്കുവിൻ്റെ സംഭാവന വളരെ വലുതാണ്. രാജസ്ഥാൻ റോയൽസ് എന്ന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക 50, ഇപ്പോൾ ഇന്നലെ ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക 50. ഇപ്പോൾ KKR സംബന്ധിച്ചിടത്തോളം KKR ആർ ബാക്ക് എന്ന് പറയേണ്ടി വരും. കാരണം 2 വിജയങ്ങൾ, 2 മത്സരങ്ങൾ, 2 വിജയങ്ങൾ. അതോടുകൂടി എന്താ സംഭവിച്ചത്? പോയിന്റ് പട്ടികയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, വമ്പൻ മാറ്റമുണ്ടായിട്ടുണ്ട്. അതായത് അടിവാര ടീം എന്ന് പറഞ്ഞ് കളിയാക്കിയായിരുന്നല്ലോ KKRനെ. അവിടെ നിന്ന് അവർ ഉയർന്നു. 9ാം സ്ഥാനത്തേക്കല്ല ഉയർന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ 8ാം സ്ഥാനത്തേക്കാണ്. താഴേക്ക് പോയി മുംബൈ ഇന്ത്യൻസ്, ലക്നൗ സൂപ്പർ ജയൻസ് 10ാമത്, 8 കളി 2 വിജയം, 4 പോയിന്റ്, -1.11 നെറ്റ് റൺ റേറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസ് 10ാമത്. ലക്നൗവിൻ്റെ കാര്യമാണ് കഷ്ടം. എന്ത് ചെയ്താലും ഗതി പിടിക്കാത്തൊരവസ്ഥയിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വേറെ വിശദീകരിക്കേണ്ട അവസ്ഥയാണ്. മുംബൈ ഇന്ത്യൻസ് 7 കളി 4 പോയിന്റ് 9ാം സ്ഥാനത്ത്. KKR മുംബൈയേക്കാൾ 1 കളി അധികം കളിച്ചിട്ടുണ്ട്. 8 കളി 5 പോയിന്റ്, 2 വിജയം, പിന്നെ ഒരു മഴ പെയ്ത് കിട്ടിയ ഒരു പോയിന്റുമായിട്ട് 5 പോയിന്റുമായിട്ട് അവരിപ്പോൾ 8ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ പോയിന്റ് പട്ടികയിൽ അടിവാരത്ത്, നമ്മൾ അങ്ങനെയാണല്ലോ പറയുക, അടിവാരത്ത് എന്ന് പറയാം, പോയിന്റ് പട്ടികയുടെ താഴ്ഭാഗം നടത്തുള്ളൂ. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് KKRന്. അവർ പതിയെ മുന്നോട്ട് കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ഇപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈക്ക് 8 കളി 6 പോയിന്റേ ഉള്ളൂ. അപ്പം 8ാം സ്ഥാനത്തുള്ള KKRന് 1 പോയിന്റ് കുറവേ ഉള്ളൂ. അപ്പോൾ എന്തും സംഭവിക്കാം. പ്ലേ ഓഫ് കണ്ടൻഷനിൽ അവരുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ എത്താം.